ഈ വീഡിയോ ഫ്രോസൺ ഷോൾഡർ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് കൈ മുകളിലേക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഫ്രോസൺ ഷോൾഡർ കാരണം മുടി ചീകാനോ ഷർട്ട് ധരിക്കാനോ കൈ പിന്നിലേക്ക് കൊണ്ടുപോകാനോ വേദനയുണ്ടോ? പെയിൻ കില്ലർ കഴിച്ചാൽ കുറച്ചു സമയം ആശ്വാസം കിട്ടും, പക്ഷെ വീണ്ടും വേദന വരാറുണ്ടോ? ഫ്രോസൺ ഷോൾഡറിന്റെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫ്രോസൺ ഷോൾഡറിൽ വേദന കുറയ്ക്കുക എന്നുള്ളത് പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, തോളിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ജോയിന്റ് സ്റ്റിഫ്നെസ് കൂടാതെ നോക്കുകയും ഷോൾഡറിന്റെ മൂവ്മെന്റ് കഴിയുന്നത്ര നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ആദ്യത്തെ കാര്യം, ഷോൾഡർ പൂർണ്ണമായും അനക്കാതെ വെക്കരുത്. ഇത് ഷോൾഡർ കൂടുതൽ മുറുകാനും മൂവ്മെന്റ് കൂടുതൽ കുറയാനും കാരണമാകും. വേദന കൂട്ടുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാം, പക്ഷേ നിർദ്ദേശിക്കുന്ന പരിധിക്കുള്ളിൽ ഷോൾഡർ ചലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ നിർദ്ദേശിക്കുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൃത്യമായി ചെയ്യണം. ഫ്രോസൺ ഷോൾഡറിൽ മരുന്ന് മാത്രം മതിയാകില്ല. സ്ഥിരമായി ചെയ്യുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഷോൾഡറിന്റെ മൂവ്മെന്റ് തിരികെ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, വേദന കൂടുതലുള്ളപ്പോൾ ചൂട് പിടിക്കുന്നത് പലർക്കും ആശ്വാസം നൽകും. നാലാമത്തെ കാര്യം, വേദന കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തരുത്. മുടി ചീകുക, ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക തുടങ്ങിയ ചെറിയ ജോലികൾ വേദന സഹിക്കാവുന്ന പരിധിക്കുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഷോൾഡർ കൂടുതൽ സ്റ്റിഫ് ആകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ബ്ലഡ് ഷുഗർ ലെവൽ നല്ല രീതിയിൽ നിയന്ത്രിക്കണം, കാരണം പ്രമേഹ രോഗികളിൽ ഫ്രോസൺ ഷോൾഡർ കൂടുതൽ കാലം നീണ്ടു നിൽക്കാനും അവരിൽ റിക്കവറി വൈകാനും സാധ്യതയുണ്ട്. ഒരു പ്രധാന കാര്യം, ചിലർ വേദന കുറയ്ക്കാൻ ശക്തമായി മസാജ് ചെയ്യുകയോ ബലമായി ഷോൾഡർ വലിക്കുകയോ ചെയ്യും, പക്ഷേ ഇത് എല്ലാ സ്റ്റേജിലും സുരക്ഷിതമല്ല. തെറ്റായ രീതിയിൽ ഇത് വേദന കൂട്ടാനും ജോയിന്റിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്റെ അടുക്കൽ ഒരാൾ ഫ്രോസൺ ഷോൾഡറുമായി ചികിത്സയ്ക്കായി വരുമ്പോൾ അയാളിൽ അത് ഏത് സ്റ്റേജിലാണെന്നും ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെന്റ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നും ഡയബറ്റിസ്, തൈറോയിഡ്, അതുപോലെ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി മുതലായ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നും വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിശ്ചയിക്കാറുള്ളത്. നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ കാരണം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? തലമുടി ചീകലാണോ, ഷർട്ട് ധരിക്കലാണോ, അതോ കൈ മുകളിലേക്ക് ഉയർത്തലോ? കമന്റ് ചെയ്യൂ.